നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ കൃഷി ആവശ്യത്തിനായി തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ 14,707 ഏക്കറിലേക്ക് വെള്ളമെത്തും. ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളം. തമിഴ്നാട്ടിലെ പ്രമുഖ കാർഷിക മേഖലയായ കമ്പം താഴ്വരയിലെ കർഷകർക്ക് വലിയ ആശ്വാസമേകി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ ഔദ്യോഗികമായി തുറക്കാൻ അധികൃതർ തീരുമാനിച്ചു. മേഖലയിലെ 14,707 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിലേക്ക് ഒന്നാം നെൽവിള ഇറക്കുന്നതിനായാണ് ഇത്തവണ പെരിയാറിൽ നിന്നും കൃത്യമായി ജലം ലഭ്യമാക്കുന്നത്. സാധാരണ എല്ലാ വർഷവും ജൂൺ 1-നാണ് കൃഷിക്കായി മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം തുറന്നു വിടാറുള്ളതെങ്കിലും ഇത്തവണ കാച്ചുകുളം ഉൾപ്പെടെയുള്ള പ്രധാന വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞത് വലിയ തടസ്സമായിരുന്നു. ജലനിരപ്പ് പ്രതീക്ഷിച്ചതുപോലെ ഉയരാതിരുന്നതിനെ തുടർന്ന് 2 മാസത്തിലധികം വൈകിയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽ കുമാറിന്റെ സാന്നിധ്യത്തിലാണ് നാളെ ജലം തുറന്നുവിടുന്ന ചടങ്ങുകൾ നടക്കുക. തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഭരണമാറ്റത്തിന് ശേഷം തമിഴക വെട്രിക്കഴകം സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിതല സന്ദർശനമാണിതെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് വെള്ളം തുറന്നുവിടാനുള്ള അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. കമ്പം താഴ്വരയിലെ കർഷക സംഘടനകൾ ദീർഘനാളായി ഉന്നയിച്ചിരുന്ന വലിയൊരു ആവശ്യത്തിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. വരും ദിവസങ്ങളിൽ കൃഷി ആവശ്യത്തിനുള്ള ജലം തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷട്ടറുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ പെരിയാർ നദീതീരത്ത് താമസിക്കുന്നവർ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് അടിയന്തര മുന്നറിയിപ്പ് നൽകി. ആദ്യഘട്ടത്തിൽ കൃഷിക്കായി നിയന്ത്രിത അളവിൽ മാത്രമായിരിക്കും വെള്ളം പുറത്തേക്ക് വിടുക. എന്നാൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുകയും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്താൽ ജലം പുറന്തള്ളുന്നതിന്റെ അളവിൽ അനുയോജ്യമായ മാറ്റം വരുത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനിടെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നിശ്ചിത പരിധിയിലും ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ഏകപക്ഷീയമായ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിരോധവുമായി കേരള സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ തമിഴ്നാടിനെ ഔദ്യോഗികമായി വിയോജിപ്പ് അറിയിക്കുമെന്നും ആവശ്യമായി വന്നാൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുന്നതടക്കമുള്ള കർശന നടപടികൾ പരിഗണിക്കുമെന്നും ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് പ്രഖ്യാപിച്ചു. യാതൊരു കാരണവശാലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്നാണ് മന്ത്രി തറപ്പിച്ചു പറഞ്ഞത്. ലക്ഷക്കണക്കിന് വരുന്ന കേരള ജനതയുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും 142 അടി എന്ന നിലപാടിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലുള്ള കരാറുകളും കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ച് ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ കടുത്ത അമർഷം തമിഴ്നാടിനെ അറിയിക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി ജലവിഭവ വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനുമായും മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തുകയും സർക്കാരിന്റെ ഭാവി നിലപാടുകൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ആവർത്തിച്ചുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകാനും പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ഏക ശാശ്വത പരിഹാരം. 131 വർഷത്തെ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാട് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് യാതൊരു അവകാശവുമില്ലെന്ന് കേരളം കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു. കോടതിയെയും സമീപിക്കും.